ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുഞ്ഞുണ്ണനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കുഞ്ഞുണ്ണിൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ എത്താറായി. കുഞ്ഞുണ്ണു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണു. നമുക്കിവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. കുഞ്ഞുണ്ണു എവിടെ? കുഞ്ഞുണ്ണു ഏത് ഭാഗത്ത് കൂടെ വരുന്ന ഇതാ ഓടിപ്പടിച്ച് കുഞ്ഞണ്ണു എത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഇതാ കുഞ്ഞണ്ണു ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്റെ. ഹായ്, ബൈ ബൈ ബൈ. കുഞ്ഞിനോ എന്ത് അങ്ങനെ പോന്ന്? സാരി വാങ്ങാൻ. അതല്ല, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ? അല്ല, ടി സി. അതന്നെ ടി സി. അറിയില്ല, ടീച്ചർ അവിടെ വെച്ചിട്ട് സ്ഥലം മുടക്കാൻ തോന്നുന്നത്. എന്തിനാന്നൊന്നുമില്ല, അടുത്ത ക്ലാസ്സിൽ പോയി ചേരുമ്പോ വെറുതെ കൊടുക്കുക, പാസ്സായിന്ന് പറയണ്ടേ. അപ്പൊ കുഞ്ഞണ്ണൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി ഞാൻ ഫോണും ക്യാമറയും കുഞ്ഞണ്ണനെ ഏൽപ്പിക്കുകയാണ്. നമ്മള് നേരെ അമ്മായിനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. അമ്മായിയുടെ അടുത്ത് പോണം. സാരി വാങ്ങണ്ട അമ്മായിയുടെ. സാരി വാങ്ങണം, എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ട് ബ്ലൗസ് എടുക്കണം. പിന്നെ കുഞ്ഞിന് ഞങ്ങളുടെ പോലത്തെ സാരി എടുക്കണം. ഈ പർച്ചേസ് ഒക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ രാകേഷ് ചേട്ടന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് എൻഗേജ്മെന്റ് എന്ന് പറയാം. എൻഗേജ്മെന്റിന് വേണ്ടിട്ട് എടുക്കാനുള്ള ഡ്രസ്സുകളാണ്. എൻഗേജ്മെന്റ് എന്നാ 2 ദിവസം കഴിഞ്ഞാ. അതിനാണ് ഞങ്ങൾ ഇന്നേ ജാക്കറ്റ് അടിക്കാൻ വേണ്ടി, ബ്ലൗസ് അടിക്കാൻ വേണ്ടിട്ട് തുണി വാങ്ങാൻ പോണത്. സാരി എടുക്കാൻ ഇപ്പോഴാ പോണത്. നമ്മുടെ ഓഫീസിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെത്തി. നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് പോവുകയാണ്. അമ്മ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി വരും. ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. റോട്ടിൽ ഇറക്കിയിട്ടിരിക്കുക വണ്ടികള്. ണ്ട് ഞങ്ങളെന്താ വണ്ടിയൊക്കെ തിരിച്ചു. പോലീസ് വണ്ടി. പോലീസ് അമ്മായി ഇതാ എവിടുന്നോ വരുപ്പോ. കാണാനില്ല. അമ്മായി അവിടേക്ക് പോയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അമ്മായി ആണെങ്കിൽ അങ്ങോട്ട് പോവാ, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. അപ്പൊ സാരി ഇതാ കിട്ടി. നോക്കിയിട്ടൊന്ന് വിളിക്കുക, എനിക്കുള്ളതും കൂടി കിട്ടുകയാണെങ്കിൽ കേട്ടോ. അല്ല, ഞങ്ങള് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഇതിലുണ്ട്. എവിടെ? ബാക്കിലോ ഡിക്കിയിലോ? അക്കോപ്പ വൈറ്റോ? വീട്ടിലുള്ളതോ? അത് മതി നോക്കാനാ. അപ്പൊ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല മീൽസ് കിട്ടുന്ന കടയിലേക്ക് പോകുന്നുണ്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ഡ്രസ്സ് എടുക്കണം അല്ലേ? യെസ്. പോവാൻ വേണ്ടി കോലം നോക്ക്. അപ്പൊ നമ്മുടെ വണ്ടി കോലോ? അതിനെന്താ, നമ്മള് 2 സുന്ദരിമാരിക്കുമ്പോ നമ്മുടെ വണ്ടി കോലൊക്കെ. നമ്മളപ്പോ എത്താറല്ല എത്തി. നല്ല മീൽസ് ഒക്കെ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. എവിടെയാണ് കട? ചോറും മീനും. ഇൻസ്റ്റയില് റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. ചോറും മീനും എങ്ങനെ ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് ചേച്ചിമാര് നടത്തുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് വന്നു. പിന്നെ കുഞ്ഞിന് കുറച്ച് മതി എന്ന് പറയുക. ഞാനും അതെ. ചോറ് ഞങ്ങൾക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ അതിൻ്റെ കൂടെയുള്ള കറികൾ ഇഷ്ടമാണ്. അപ്പം നല്ല ചോറും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ കൊതിയായിട്ടാണ് ഞങ്ങൾ മീൽസ് കഴിക്കാൻ വേണ്ടി വന്നത്. സംഭവം അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവർ ഐറ്റംസ് എന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഫിഷ് വന്നു. ഞങ്ങളോട് അത് ഏത് ഫിഷാണ്. ഇതെന്താണ്? അച്ചാറാണോ? ഇരുമ്പാമ്പുളി. ഇത് എന്താ പറയാ ഇതിന്? ഇതെന്താ പറയാ? അങ്ങനെ എന്തോ സാധനമാണ്. കയ്പ്പയ്ക്ക ഉപ്പേരി, പപ്പടം, സാമ്പാർ, മീന്, വെള്ളം. ഒരു കഴിക്കല് കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് കുഞ്ഞാവേ? ചോറ് തീർന്നിട്ടില്ല, പക്ഷെ ഉപ്പേരികളൊക്കെ കഴിയുമ്പോഴേക്കും വേഗം കൊണ്ടുവന്ന് ഇട്ട് തരൂട്ടാ. അടിപൊളിയാണ് അല്ലേ?
നല്ല ചോറും മീനും കഴിച്ചു. രാവിലെ വാങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മനസ്സും വയറും നന്നായിട്ട് നിറഞ്ഞു. നല്ലതാ. പിന്നാലെ വണ്ടി ഇരിക്കണ്ടാന്ന് ടയർ നിക്കണോക്കിയതാ കേറിയിട്ടില്ലേ ചമ്മി നിൽക്കുന്നു ടയർ. നമ്മുടെ വണ്ടി കുട്ടപ്പനാക്കണം. ഇനി ഈ വണ്ടിക്ക് അധികം ചളിയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞാവേ. അത് അത് ഇന്നലെ രാകേഷ് ഏട്ടൻ കൊണ്ടുപോയിട്ടാണ്. അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ സൈഡ് മാത്രമേ പ്രശ്നമുള്ളൂ, ഫ്രണ്ട് നോക്കിയ പ്രശ്നമൊന്നുമില്ല. കീ എന്റെ പോക്കറ്റിലാ. ഓ കാർ കയറട്ടെ. ഇനി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാ കഴിച്ചില്ലേത് ഏണ്ട് ഷുഗർ കട്ട് അവരോണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ഇന്നലെ ഫുഡ് കഴിച്ചതിന്റെ ഒരു സന്തോഷത്തിന്. അതെ, ഇന്നലെ ഷുഗർ കട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ചെറുതായിട്ട് 5-6 ഐസ്ക്രീം അത്ര. അതെ, അത്രയും കഴിച്ചിട്ടുള്ളൂ. അത് പിന്നെ ഇന്ന് പിന്നെ ഒരു മിഠായി, പിന്നെ മധുരമുള്ള 2 കപ്പ് ചായ. ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. ഞാൻ കുടിച്ചു, എന്നെ കൊണ്ട് കുടിപ്പിച്ചു. തോനെ ചായ വെച്ചിട്ട് വല്യമ്മ അവിടെ കുടിക്കിട്ട് ഞാൻ തോനെ ചായ കുടിച്ചു. അപ്പൊ എല്ലാവരും ഇത് യാക്കര ഭാഗത്താണ് ഈ ഹോട്ടൽ വരുന്നത്, ചോറും മീനും. അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് നേരത്തെ വരുന്നുണ്ടെങ്കിൽ, ഉച്ചനേരത്തെ വരുന്നുണ്ടെങ്കിൽ അവിടെ കയറുക. നല്ലൊരു സ്പോട്ടാണ്. അപ്പൊ ആരും മിസ്സാക്കരുത്. പിന്നെ ഞങ്ങൾ സാമ്പാറാണ് വാങ്ങിയത്. പക്ഷെ കോഴിയും കുമ്പളങ്ങയും കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മോരുണ്ട്. ഞങ്ങൾ പക്ഷെ സാമ്പാറാണ് എടുത്തത്. രസമുണ്ട്. ആ, ഏത് വേണമെങ്കിലും എടുക്കാം. ഉപ്പേരി, പപ്പടം, അച്ചാറുണ്ടായിരുന്നു. അതിന്റെ മറ്റേ അച്ചാറാണ്, ഇരുമ്പാമ്പുളി അച്ചാറായിരുന്നു. പക്ഷെ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഇന്നുള്ള ഉപ്പേരി ആയിരിക്കില്ല നാളെ ഉണ്ടാവുക. ഇന്ന് കയപ്പയ്ക്ക് ഉപ്പേരിയാണോ? പിന്നെ ഓലനും. സംഭവം എന്തായാലും സെറ്റ് ആയിരുന്നു കേട്ടോ. വയറും നിറഞ്ഞു, നന്നായിട്ട് മനസ്സും നിറഞ്ഞു. ഇതുകൂടെ കഴിച്ചപ്പോ അത് അടിപൊളിയില്ലേ. നല്ലൊരു മീൽസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്വീറ്റ് നന്നായിട്ടുണ്ട്. ഒരു ഉറക്കം കൂടെ. ഓ, അത് മാത്രം പറ്റില്ല. അപ്പൊ തിരക്കുകളാണ് ഫുൾ. ഞങ്ങള് ഡ്രസ് വേൾഡിന്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു. അടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ട മഴക്കാലാണെന്ന് പറയില്ല ഗൈസ്. എന്തൊരു സ്കൂളിൽ ചെന്നപ്പോലെ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കല്ലോ. ബാഗ് വേണ്ടായിരുന്നു. ബാഗ് വേണ്ട. എന്താ എന്നോട് എന്താ ചോദിച്ചത്? ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഒരുപാടോ അത്രയ്ക്ക് വേണ്ടായിരുന്നല്ലേ. എല്ലാ കാര്യത്തിൽ ചോദിച്ചു. സാരി കിട്ടി. സെയിം പാറ്റേണിലുള്ള കിട്ടിയിട്ടുണ്ട്. ഈ സാരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സെയിം ആണ്. അല്ല, വീഡിയോക്ക് വേണ്ടി ജസ്റ്റ്. ഇത് ഡബിൾ കളറാ. അതെങ്ങനെയാ? അത് ഗ്രീനും ബോട്ടിൽ ഗ്രീനും രണ്ടും കൂടി മിക്സിംഗ് ആണ്. പിസ്ത ഗ്രീനും ഡാർക്ക് ഗ്രീനും വേണ്ടിയിട്ട്. ഇതിന്റെ പ്ലെയിൻ ഇല്ലല്ലേ? അതിന്റെ പ്ലെയിൻ ഇല്ല. ആ കളർ എനിക്ക് ആ കളർ ഇല്ലായിരുന്നു എന്റെ കയ്യില്. ഇത്ര പെട്ടെന്ന് ഞാൻ കിട്ടുന്നു. ബ്ലൗസ് നോക്കണം. ഈ 2 കളർ സാരിയും ആ ഗ്രീനും. ഇത് പിന്നെ മിറർ എവിടെ കണ്ടാലും ഞാനും കുഞ്ഞുണ്ടും ഇങ്ങനെയാണ്. അവിടെ ഇരുന്ന് ബ്ലൗസ് തപ്പാണ് കുഞ്ഞാവ്. ഒന്നും കിട്ടാനില്ല. പ്ലെയിനിലാണെങ്കിൽ രസമില്ല. ഡിസൈൻ വരുമ്പോൾ ഒന്നും മാച്ചായി കിട്ടുന്നില്ല. മിക്കവാറും വൈറ്റ് അക്കോബേൻ്റെ കൊണ്ട് തന്നെ ബ്ലൗസ് നമ്മൾ അടിക്കുന്നു. കുറേ നേരമായിട്ട് വൈറ്റ് മതി പറഞ്ഞോണ്ടിരിക്കാറുണ്ട്. സാരി കിട്ടിയപ്പോഴും ഞാൻ വൈറ്റ് എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ ബ്ലൗസ് വേണം. എനിക്ക് നൈസായിട്ടുള്ളത് ഓൾമോസ്റ്റ് ഭയങ്കര മാച്ചാണെന്ന് രണ്ടും. പക്ഷെ കുഞ്ഞാവയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവരും എടുക്കുക ഞാനും എടുക്കേണ്ടി വരും. അടിപൊളി ഒരുങ്ങി വന്നിട്ട് ഇവിടെ തള്ള ബാഗൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെ കുഞ്ഞിനു അടുത്ത മിറർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എവിടെ മിറർ കണ്ടാലും ആൾ വിടാറില്ല. ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ബ്ലൗസൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ മിറർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സാരി കിട്ടി, ബ്ലൗസ് നോക്കി, ബ്ലൗസ് കിട്ടിയില്ല. ഞാൻ അക്കോബ തന്നെ ഇടാൻ തീരുമാനിച്ചു. ഇനി കുട്ടിക്ക് ചെരുപ്പ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. ചിലപ്പോൾ പോണ വഴി നമ്മൾ ചെരുപ്പ് നോക്കും. നമ്മൾ ബ്ലൗസ് കിട്ടാത്ത കാരണം നേരെ കുട്ടിക്ക് ചെരുപ്പ് നോക്കാൻ പോയി. ചെരുപ്പ് നോക്കിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും പിന്നെ കുട്ടി വരാൻ സമയമാവാറായി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ തന്നെ തിരിച്ചു പോകണം.
അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൗച്ചൊന്ന് മാറ്റി ഫോണിൻ്റെ, പിന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിക്കണം. നല്ല ഇത്രയും ദിവസം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയിലാണ്. ഇന്ന് നല്ല ചൂടാണ് പുറത്ത്. ഞങ്ങൾ എന്നും ഒരുമിച്ച് കൂടി വന്ന് നല്ല വെയിലാണ് ഇപ്പോൾ. ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയത് ഒലവക്കോട് പാലാട്ട് ബേക്കറിയിലാണ്. നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് അവിടുത്തെ ചേട്ടനെ കണ്ടപ്പോൾ ഒരു ഹായ് പറഞ്ഞിട്ട് കയറിയത്. ഞാനാണെങ്കിൽ ഒരു മാംഗോ ഷേക്ക് ഷുഗർ ആഡ് ചെയ്യാതെ പറഞ്ഞു. കുഞ്ഞണ്ണു ആണെങ്കിൽ മാംഗോ ഷേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടും പറഞ്ഞു, വിത്ത് ഐസ്ക്രീം. ഷേക്ക് വന്നതും കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്ക് എരിവുള്ളത് മതി. ഇത് വന്നില്ലേ? അത് ഇഷ്ടമാണോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ചായയും കാത്തും നിങ്ങൾ വില വ്യത്യാസം എന്താ കാരണം? ചായക്ക് 15, കോഫിക്ക് 20. അത് രണ്ടും സെയിം ആണല്ലോ. പിന്നെ ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ്. ബ്ലൗസ് കട്ട് ചെയ്യണം. മധുരമുള്ള കഴിച്ചാൽ എന്തെങ്കിലും എരിവുള്ള കഴിക്കണം. മനസ്സിലായി? എരിവുള്ള കഴിച്ചാൽ എന്തെങ്കിലും മധുരമുള്ള കഴിക്കണം. അല്ലേ? അതാണ് നമ്മൾ ഫുഡ് ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് വന്നതിൻ്റെ നമ്മള് മധുരം കഴിച്ചത്. എന്തൊക്കെയോ പറഞ്ഞിരുന്നു ശരിക്കും. അതല്ല, അത് നമ്മൾ ഫിഷ് ഫ്രൈ ആദ്യം കഴിച്ചു. അപ്പൊ അതിന്റെ എരിവ് മാറ്റാൻ വേണ്ടി നമ്മൾ മധുരം കഴിച്ചു. അതുകൊണ്ട് വീണ്ടും ഇപ്പൊ മധുരം കഴിച്ചു. പക്ഷെ ഇതിന്റെ മധുരം മാറ്റാൻ വേണ്ടി വീണ്ടും എരിവ് കഴിക്കണം. ഇപ്പൊ ഈ എരിവ് കഴിച്ചാൽ വീണ്ടും മധുരം കഴിക്കാൻ തോന്നില്ലേ? ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കില്ലേ? അതല്ലേ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ. അതാണ് വല്ലാത്തൊരു ഷുഗർ കട്ട്. എല്ലാരും പറയും എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നത് കൂടുതലാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കൂടുതലാണോ? ഒരു ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ്, എരിവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് മധുരം കഴിക്കണം. അല്ലേ? മധുരം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് എരിവ് കഴിക്കണം. എന്നിട്ട് ഞങ്ങൾക്കും തടി കൂടുതലാണ്, ഫുഡ് കഴിക്കുന്നത് കൂടുതലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ നിയമപരമായി ഞങ്ങൾ നേരിടും. അതെ, നിയമപരം ആയിട്ടില്ലെങ്കിൽ കുഞ്ഞാവ ബ്ലൗസ് തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എവിടെയതാ? ഞാനിവിടെ ചിപ്സ് അല്ല ബിങ്കോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഭയങ്കര ചൂടാണ് പുറത്ത്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ. ടാറ്റാ, ബൈ ബൈ.